വടകരയിൽ കാരവാനിൽ യുവാക്കൾ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി. വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് വാഹനത്തിലെത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് പരിശോധന. ഫാമിലി വെഡിംഗ് സെന്റർ വിഷസ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. വടകരയിൽ കാരവാനിൽ യുവാക്കൾ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി. വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് വാഹനത്തിലെത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് പരിശോധന. പോലീസിനൊപ്പം NITയിലെ വിദഗ്ധ സംഘവും ഫോറൻസിക് വിഭാഗവും വാഹന AC രംഗത്തെ വിദഗ്ധർ, ജനറേറ്റർ ടെക്നീഷ്യൻസ്, വാഹനം നിർമ്മിച്ച ബെൻസ് കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരുമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാരവാനിൽ ഘടിപ്പിച്ചിരുന്ന ജനറേറ്ററിൽ നിന്ന് വിഷവാതകം വന്നതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇത് കാരവാനിനകത്ത് എങ്ങനെ എത്തിയെന്ന് കണ്ടെത്താനാണ് പരിശോധന നടത്തിയത്. NIT സംഘവും RTO പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ സയന്റിഫിക് എക്സ്പെർട്ടിന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധന റിസൾട്ട് പിന്നീട് അറിയിക്കും. മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജ് കുമാറിനെയും കാസർകോട് വെള്ളരിക്കുണ്ട് സ്വദേശി ജോയലിനെയുമാണ് കഴിഞ്ഞ മാസം 23-ന് കാരവാനിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു രാത്രിയും പകലുമാണ് ആരുമറിയാതെ ദേശീയപാതയോരത്ത് നഗരമധ്യത്തിൽ വാഹനത്തിനകത്ത് യുവാക്കൾ മരിച്ചു കിടന്നത്. വിവാഹ സംഘവുമായിട്ടാണ് ഇരുവരും കണ്ണൂരിലെത്തിയത്. മടക്കയാത്രയിൽ രാത്രി 12 മണിയോടെ വടകര കരിമ്പനപ്പാലത്തിനടുത്ത് വാഹനം നിർത്തി AC ഇട്ട് വാഹനത്തിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു. അടുത്ത ദിവസമായിട്ടും തിരിച്ചെത്താതിരുന്നതോടെ വാഹന ഉടമകൾ അന്വേഷിച്ചപ്പോഴാണ് മരണവിവരം അറിയുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.